ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മഹാരാഷ്ട്രയിൽ പുനർനാമകരണമേള. അഹമ്മദ് നഗർ ജില്ലയുടെ പേര് അഹല്യ നഗർ എന്നാക്കുവാൻ സർക്കാർ അംഗീകാരം നൽകി. കൂടാതെ മുംബൈയിലെ 8 ലോക്കൽ റെയിൽവേ സ്റ്റേഷനുകളുടെ പേരുകളാണ് പുനർനാമകരണത്തിനായി കേന്ദ്രാനുമതി തേടുന്നത്. ബ്രിട്ടീഷ് കാലത്തെ പേരുകൾ മാറ്റാനുള്ള നിർദ്ദേശങ്ങൾക്കാണ് മഹാരാഷ്ട്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയുടെ പേര് അഹല്യ നഗർ എന്നാകും. പേരുമാറ്റത്തിന് സർക്കാർ അംഗീകാരം നൽകി. മറാഠ സാമ്രാജ്യം ഭരിച്ചിരുന്ന മാൾവ രാജവംശത്തിലെ റാണിയായിരുന്ന അഹല്യാബായ് ഹോൾക്കർ എന്നറിയപ്പെട്ടിരുന്ന അഹല്യാദേവിയുടെ സ്മരണ നിലനിർത്താനാണ് പേരുമാറ്റം. ഔറംഗാബാദ്, ഒസ്മാനാബാദ് ജില്ലകളുടെ പേരുമാറ്റിയതിന് പിന്നാലെയാണ് അഹമ്മദ് നഗറിന്റെ പേരുമാറ്റവും. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നടന്ന റാണി അഹല്യാബായ് ഹോൾക്കറുടെ 298-ാം ജന്മശതാബ്ദി ആഘോഷത്തിൽ ജില്ലയുടെ പേരുമാറ്റുമെന്ന് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ മുംബൈയിലെ 8 സബർബൻ സ്റ്റേഷനുകളുടെ പേരുകളും മാറുകയാണ്. ശിവസേന MP രാഹുൽ ഷെവാലയുടെ നിർദ്ദേശം കഴിഞ്ഞ ദിവസം മന്ത്രിസഭ അംഗീകരിച്ചതോടെയാണ് പേരുമാറ്റത്തിന് വഴിയൊരുങ്ങുന്നത്. ഇതിന് റെയിൽവേയുടെയും കേന്ദ്ര സർക്കാരിന്റെയും അനുമതി വേണമെന്നും മന്ത്രിസഭാ നിർദ്ദേശം കേന്ദ്രത്തിന് സമർപ്പിക്കുമെന്നും ഷെവാലെ പറഞ്ഞു. കറി റോഡ്, സാൻഡേഴ്സ് റോഡ്, മറൈൻ ലൈൻസ്, ചർണി റോഡ്, കോട്ടൺ ഗ്രീൻ, ഡോക്യാർഡ് റോഡ്, കിങ് സർക്കിൾ, മുംബൈ സെൻട്രൽ സ്റ്റേഷനുകളുടെ പേരുകളാണ് മാറുന്നത്. പേര് മാറ്റണമെന്നത് ഏറെ കാലത്ത് ആവശ്യമായിരുന്നുവെന്ന് ഷെവാലെ പറയുന്നു. ദക്ഷിണ മുംബൈയിലെ ഐതിഹാസികമായ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് ഗ്രേറ്റ് ബ്രിട്ടനിലെ വിക്ടോറിയ രാജ്ഞിയുടെ പേരായ വിക്ടോറിയ ടെർമിനസ് എന്നാണ് ആദ്യം അറിയപ്പെട്ടിരുന്നത്. 2016-ലാണ് ഫട്നാവിസ് മന്ത്രിസഭ പേരുമാറ്റുവാനുള്ള പ്രമേയം പാസാക്കിയത്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.